നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. നിധിയുണ്ടെന്ന് വിശ്വസിച്ച് കോഴിക്കോട് നാദാപുരം സ്വദേശികളെ ചാലക്കുടിയിലെത്തിച്ച് 4 ലക്ഷം രൂപ തട്ടിയ ഇതര സംസ്ഥാന സംഘാംഗങ്ങളായ 4 പേർ പോലീസ് പിടിയിൽ. കൊടകര ഗ്രാമപഞ്ചായത്തിൽ മഹിളാ സഭ സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ഉയരെ പദ്ധതിയുടെ ഉദ്ഘാടനം പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. മാളയിലെ ഹോട്ടലിൽ നിന്നും പണവും മൊബൈലും മോഷ്ടിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട് നാദാപുരം സ്വദേശികളെ ചാലക്കുടിയിലെത്തിച്ച് 4 ലക്ഷം രൂപ തട്ടിയ ഇതര സംസ്ഥാന സംഘാംഗങ്ങളായ 4 പേർ പോലീസ് പിടിയിൽ. അസം സ്വദേശികളായ JCB ഡ്രൈവർ മുഹമ്മദ് സിറാജുൽ ഇസ്ലാം 26 വയസ്സ്, അബ്ദുൽ കലാം 26 വയസ്സ്, ഗുൽജാർ ഹുസൈൻ 27 വയസ്സ്, മുഹമ്മദ് മുസ്മിൽ ഹക്ക് 24 വയസ്സ് എന്നിവരെയാണ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ പിടികൂടിയത്. ഇതിലൊരാൾ കൈക്കും കാലിനും പരിക്കേറ്റതിനെ തുടർന്ന് പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച രാത്രിയിലാണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം. നാദാപുരം സ്വദേശികളായ രാജേഷ്, ലെനീഷ് എന്നിവരാണ് തട്ടിപ്പിന് ഇരകളായത്. നാദാപുരത്ത് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന അസം സ്വദേശി പരിചയക്കാരായ നാദാപുരം സ്വദേശികളോട് ഞങ്ങളുടെ സുഹൃത്തിന് കെട്ടിടം പൊളിക്കുന്നതിനിടെ നിധി ലഭിച്ചതായി അറിയിക്കുകയും തൃശ്ശൂരിലെത്തി 7 ലക്ഷം രൂപ നൽകിയാൽ വൻ ലാഭത്തിന് സ്വർണം ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ചു. അങ്ങനെ മലയാളികളായ 2 പേരും അസം സ്വദേശിയും കാറിൽ സ്വർണ്ണ ഇടപാടിനായി തൃശ്ശൂരിലെത്തി. അസം സ്വദേശി അവിടെ വച്ചാണ് മറ്റ് 3 പേരെ വിളിച്ചു വരുത്തുന്നത്. എന്നാൽ അവിടെ വച്ച് സ്വർണം കൈമാറുന്നത് സുരക്ഷിതമല്ലെന്ന് പറഞ്ഞ ഇവരോട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്നറിയിച്ചു. 6 പേരും കാറിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വെച്ച് മുൻകൂറായി 4 ലക്ഷം നൽകാമെന്നും സ്വർണം വിറ്റ ശേഷം ബാക്കി തുക നൽകാമെന്നും ഇരുവരും കരാറായി. എന്നാൽ 4 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നിധിയിലെ സ്വർണം നൽകൂ എന്നും പറഞ്ഞു. അങ്ങനെ തുക കൈക്കലാക്കി സ്വർണമാണെന്ന് പറഞ്ഞ് പൊതി കൈമാറി. ഈ സമയത്ത് മലയാളികൾക്ക് ലഭിച്ച ലോഹം മുറിച്ചതോടെ മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ അസം സ്വദേശിയും അയാളുടെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് എത്തിയവരും പണവുമായി ട്രാക്കിലൂടെ ഓടി പ്ലാറ്റ്ഫോം അവസാനിക്കുന്നതുവരെ രാജേഷും ലെനീഷും പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. തുടർന്നാണ് രാജേഷ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. ആദ്യം കാർ വാങ്ങാനായാണ് എത്തിയതെന്നും അതിനാണ് പണം നൽകിയതെന്നുമാണ് സ്റ്റേഷനിൽ പറഞ്ഞത്. കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് നിധിയുടെ കഥ വെളിപ്പെട്ടത്. ഇതിനിടയിലാണ് രാത്രി 1 മണിയോടെ ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് ചാലക്കുടി പുഴയ്ക്ക് മുകളിലൂടെ ട്രെയിൻ പോകുമ്പോൾ 4 പേർ പുഴയിലേക്ക് ചാടിയെന്ന് വെളിപ്പെടുത്തുന്നത്. തുടർന്ന് അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീമടക്കം കഴിഞ്ഞ ദിവസം പുഴയിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ തട്ടിപ്പുകാർ അതിനു മുൻപേ വിദഗ്ധമായി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പരിക്കേറ്റവർ അടക്കമുള്ള സംഘം മുരിങ്ങൂരിൽ നിന്ന് ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചു. തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടെത്തി അങ്കമാലി, പെരുമ്പാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡുകൾ, ആശുപത്രികൾ മുതലായവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ അസം സ്വദേശിയായ ഒരാൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിസ്ഥലത്ത് വീണ് പരിക്കേറ്റതായി അറിയിച്ച് അഡ്മിറ്റതായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ MK സജീവൻ, സബ് ഇൻസ്പെക്ടർ ആൽബിൻ തോമസ് വർക്കി, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ബിനു MJ, ഷിജോ തോമസ്, ജില്ലാ ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ OH ബിജു, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ഷനൂസ്, സിൽജോ ചാലക്കുടി, പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ജോഫി ജോസ്, ഷാജഹാൻ യാക്കൂബ്, ASI GBP ബാലൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ CR സുരേഷ് കുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പിടിയിലായ പ്രതികളെ തെളിവെടുപ്പും മറ്റും പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നടന്ന വ്യാജ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ് ആളിനെ വിളിച്ചു വരുത്തിയിട്ട് 4 ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ട എന്നുള്ളൊരു കേസ് നമുക്ക് നല്ല റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. നാദാപുരം സ്വദേശികളായ ലെനീഷ്, ഒരു രാജേഷ്, ഇവരെയാണ് 4 ലക്ഷം രൂപ കൊടുത്ത സ്വർണം തരാമെന്ന് പറഞ്ഞ് ആസാം സ്വദേശികളായ 4 പേർ ചേർന്ന് അവരെ ചതി ചെയ്തത്.
കൊടകര ഗ്രാമപഞ്ചായത്തിലെ 2024-25 വർഷത്തെ മഹിളാ സഭ സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ മഹിളാ സഭ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ OV വിനിത, വില്ലേജ് അസിസ്റ്റന്റ് ഷമിത, CDS ചെയർപേഴ്സൺ രാജേശ്വരി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഹോമിയോ ഡോക്ടർ, ആയുർവേദ ഡോക്ടർ, കൊടകര വില്ലേജ് ഓഫീസർ, കൊടകര പഞ്ചായത്ത് അങ്കണവാടി വർക്കർമാർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ മഹിളാ സഭയിൽ പങ്കെടുത്തു. ഡോക്ടേഴ്സ് അടങ്ങിയ ജനപ്രതിനിധിയും മറ്റ് ICDS സൂപ്പർവൈസർ, അതുപോലെ കുടുംബശ്രീ ചെയർപേഴ്സൺ എല്ലാവരും ഇപ്പോൾ വന്നിരിക്കുന്ന മുഴുവൻ വനിതാ സുഹൃത്തുക്കളെയും കൊടകര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്ന സംസ്ഥാനം. അപ്പോൾ അതിൻ്റെ ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു കാര്യപരിപാടി എന്ന് പറയുന്നത് സാധാരണ പരിപാടികളുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ കായിക ബലത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വിവിധ കായിക പരിശീലനത്തിന് സൗകര്യമൊരുക്കി അനുബന്ധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനായി ആരംഭിച്ച ഉയരെ പദ്ധതിയുടെ ഉദ്ഘാടനം പുതുക്കാട് നിയോജകമണ്ഡലം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നിജിൽ VS, ഷൈബി സജി എന്നിവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, PTA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തം. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. പമ്പിൽ താൽക്കാലികമായി പെട്രോൾ സൂക്ഷിക്കുന്ന ടാങ്കിന്റെ വാൽവിലുണ്ടായിരുന്ന ചെറിയ ലീക്ക് മൂലം ഉറവ വെള്ളത്തിലൂടെ പടർന്ന പെട്രോളിന് റോഡിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പമ്പ് ജീവനക്കാർ ഫയർഫോഴ്സിന് നൽകിയ വിവരം. തീ ആളിപ്പടർന്നതോടെ ജീവനക്കാരും നാട്ടുകാരും പരിഭ്രാന്തിയിലായി. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്നും എത്തിയ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് 11:30 തീ അണച്ചു. ഒഴിവായത് വൻ ദുരന്തമാണെന്ന് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു ഇരുചക്രവാഹനം ഉൾപ്പെടെ പ്ലാസ്റ്റിക് ടാങ്കും പുൽത്തകിടിയും കത്തിനശിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും നിർദ്ദേശത്തെ തുടർന്ന് പമ്പിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. തുടർ ദിവസങ്ങളിലെ കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം ഇനി പമ്പ് തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. പ്രദേശവാസികളും പമ്പ് ജീവനക്കാരുമായി ഏറെ നേരം വാക്കേറ്റമുണ്ടായി. വടക്കാഞ്ചേരി പോലീസും കേസെടുത്തിട്ടുണ്ട്. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ചുള്ളിമംഗലത്ത് മനക്കൽ വാസുദേവൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ഹോമം നടന്നത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് നടത്തിയ സർവ്വ ഐശ്വര്യ പൂജയ്ക്ക് ഭാഗവതാചാര്യൻ ശ്രീമദ് പാലാഴി കൃഷ്ണകുമാർ നേതൃത്വം നൽകി. കൊടകര അഴകം യുവജന സംഘം വായനശാലയിൽ വായനപക്ഷാചരണം സമാപനവും വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടത്തി. കലാകാരനും അധ്യാപകനുമായ വിനോദ് കൊടകര ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സംഗീതാധ്യാപിക അജിത സുരേഷ്, V രാമചന്ദ്രൻ, വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, ലൈബ്രറിയൻ MK ശ്രീജ എന്നിവർ സംസാരിച്ചു. വൊക്കാബുലറി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പദസമ്പത്ത് എന്ന് മലയാളത്തിൽ പറയുന്ന ആ സാധനം നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒരു രക്ഷയില്ല. നമുക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. ഒന്ന്, പദസമ്പത്ത് ഉണ്ടാവണം. 2, ഈ പദങ്ങളുടെ അർത്ഥം കുറെയെങ്കിലുമൊക്കെ ഗ്രഹിക്കാൻ കഴിയണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് കഴിയും. PN പണിക്കരുടെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, PN പണിക്കരുടെ ചരമദിനം മുതൽ IV ദാസിൻ്റെ ജന്മദിനം വരെ ഉള്ള കാലയളവാണ് ഈ 19 മുതൽ 7 വരെയുള്ള കാലയളവ്. ഇതിനിടയിൽ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി കൊടകര കാവിൽപ്പാടം ഡ്രാഗൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ റോഡുകൾ ശുചീകരിച്ചു. ക്ഷേത്രം മുതൽ ശാന്തി ആശുപത്രി വരെയും അങ്കനവാടി റോഡുമാണ് ശുചീകരിച്ചത്. ക്ലബ് സെക്രട്ടറി ഹരിശങ്കർ, പ്രസിഡന്റ് ശ്രീരാഗ്, മെമ്പർമാരായ ദിനിൽ, അമൽ, അനൂപ്, അർജുൻ, വൈശാഖ് എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി.
തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ SSLC പരീക്ഷയിൽ 100% വിജയം ലഭിച്ച സ്കൂളുകളെ ആദരിച്ചു. ചേലക്കോട്ടുകര MTHSൽ നടന്ന സമാദരണം 2024 റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ സ്റ്റെയ്നി ചാക്കോ, കുട്ടനാട് DEO PM ബാലകൃഷ്ണൻ, PJ ബിജു, MTHS മാനേജർ സിസ്റ്റർ OU ജിൻസി, ജോഫി സി മഞ്ഞളി തുടങ്ങിയവർ സംസാരിച്ചു. മാളയിലെ ഹോട്ടലിൽ നിന്നും പണവും മൊബൈലും മോഷ്ടിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി സ്വദേശിയായ അപ്പോഴം പറമ്പിൽ 22 വയസ്സുള്ള അനന്തകൃഷ്ണനെയും പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെയുമാണ് പിടികൂടിയത്. അനന്തകൃഷ്ണൻ മുൻപും മാളയിലും പരിസര പ്രദേശങ്ങളിൽ നടന്ന മോഷണങ്ങളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണെന്ന് പോലീസ് പറഞ്ഞു. മാള കടവോരം റെസ്റ്റോറൻറ്റിൽ കഴിഞ്ഞ ദിവസം വെളുപ്പിനാണ് മോഷണം നടന്നത്. ഹെൽമറ്റ് ധരിച്ചാണ് ഇവർ മോഷ്ടിക്കാൻ എത്തിയത്. എങ്കിലും CCTVയും മറ്റും നോക്കുകയും സംശയം തോന്നിയ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഹോട്ടലിലെ ക്യാഷ് ടേബിളിനകത്ത് വെച്ച മൊബൈൽ ഫോണും ഹോട്ടൽ അടച്ചപ്പോൾ ഉണ്ടായിരുന്ന ക്യാഷും ഉടമസ്ഥൻ കൈവശം വെച്ചതുകൊണ്ട് 90 രൂപ മാത്രമാണ് മോഷ്ടിക്കാൻ സാധിച്ചത്. പ്രായപൂർത്തിയാകാത്ത ആളെ ജുവനൈൽ ഹോമിൽ ആക്കി. മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ P ജയകൃഷ്ണൻ, മാള സബ് ഇൻസ്പെക്ടർമാരായ ശ്രീനി KK, ശിവൻ KB, ASI നജീബ് PB, സീനിയർ CPOമാരായ സൂരജ് V ദേവ്, CPOമാരായ KJ ഷിൻഡോ, EG ജിജിൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വിനു CD എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ചൗക്ക കുടുംബാരോഗ്യ കേന്ദ്രത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, OPയിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം CK ശശി ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ CK സഹജൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗവും കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ EA ജയതിലകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ND ബാഹുലയൻ, ജനതാദൾ നേതാവ് NC ബോബൻ, CPIM ലോക്കൽ സെക്രട്ടറി KK ചന്ദ്രൻ, TR ബാബു എന്നിവർ സംസാരിച്ചു. എന്നാൽ 6 മണി വരെ ഈവനിംഗ് OP ഉൾപ്പെടെയുള്ള ആശുപത്രിക്കകത്ത് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാനാവശ്യമായ ചെറുവിരൽ പോലും അനക്കാൻ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല എന്ന സങ്കടകരമായ സ്ഥിതിയുണ്ട്. ആശുപത്രിയുടെ ഞാൻ ആരും വിശദീകരിക്കുകയല്ല. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6495 രൂപ, പവന് 51,960 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിധിയുണ്ടെന്ന് വിശ്വസിച്ച് കോഴിക്കോട് നാദാപുരം സ്വദേശികളെ ചാലക്കുടിയിലെത്തിച്ച് 4 ലക്ഷം രൂപ തട്ടിയ ഇതര സംസ്ഥാന സംഘാംഗങ്ങളായ 4 പേർ പോലീസ് പിടിയിൽ. കൊടകര ഗ്രാമപഞ്ചായത്തിൽ മഹിളാ സഭ സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ഉയരെ പദ്ധതിയുടെ ഉദ്ഘാടനം പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. മാളയിലെ ഹോട്ടലിൽ നിന്നും പണവും മൊബൈലും മോഷ്ടിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.